നമസ്കാരം, ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ടു നർവ് മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഫാർമക്കോഫോബിയനെ കുറിച്ചിട്ടാണ്. ഫാർമക്കോ എന്ന വാക്കിനർത്ഥം മെഡിസിൻ ആൻഡ് ഫോബിയ ഈസ് ഇന്റൻസ് ഫിയർ. മെഡിസിൻ എടുക്കുന്നതിനോടുള്ള ഒരു പേടിയാണ് ഫാർമക്കോഫോബിയ. അപ്പോൾ ഈവൻ ഇഞ്ചക്ഷൻസ് ഓൾസോ. ചില കണ്ടീഷൻസിൽ മെഡിസിൻസ് നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ വരെ ഇവർ മെഡിസിൻസ് അവോയ്ഡ് ചെയ്യും എടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഹെൽത്ത് റിസ്കിലേക്ക് വരെ ലീഡ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പാസ്റ്റ് പ്രീവിയസ് എക്സ്പീരിയൻസ്. മെഡിസിൻസ് എടുത്തിട്ട് ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സോ അലർജിക് റിയാക്ഷൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇത് എടുത്തു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് ആയി പോകുമോ എന്നുള്ളൊരു പേടി. ഈവൻ ഫാമിലി മെമ്പേഴ്സിന് ഇതേ സിമിലർ ഫിയേഴ്സ് ഉണ്ടെങ്കിലും ഒരു ലേൺ ബിഹേവിയർ ആയിട്ട് ഇതിൽ അവർക്ക് അപ്പിയർ ചെയ്യാം. സോ ഇതിന്റെ സിംറ്റംസ് എന്നിലേക്ക് വരുമ്പോഴേക്കും മെഡിസിൻ എടുക്കേണ്ട തോട്ട് തന്നെ ഇവർ ആങ്സൈറ്റി പ്രൊവോക്ക് ചെയ്യും. ഹാർട്ട് പാൽപിറ്റേഷൻ ഉണ്ടാക്കും, ഷിവറിങ്, ട്രെംബ്ലിങ്. ഇവർ ഡോക്ടേഴ്സിനെ കാണുന്നത് ബിഹേവിയറൽ വൈസ് വരുമ്പോഴേക്കും ഡോക്ടേഴ്സിനെ കാണുന്നത് അവോയ്ഡ് ചെയ്യും. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് അവർ റെഫ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ തോട്ട് ലെവൽ, കോഗ്നിറ്റീവ് ലെവലിലേക്ക് വരുമ്പോഴേക്കും ഈ മെഡിസിൻസ് എനിക്ക് ഹാംഫുൾ ആണ്, ഇതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അഡിക്റ്റീവ് ആകും എന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു ചിന്താഗതികളൊക്കെ ആയിരിക്കാം ഇതിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോഴേക്കും സൈക്കോതെറാപ്പി അതുപോലെ തന്നെ ബിഹേവിയർ തെറാപ്പിയൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു.